നമസ്കാരം. കളിമേള സഞ്ചാരം 40ാമത്തെ ക്ലാസ്. ഇന്ന് ചൂതുകളിയുടെ മേളത്തെക്കുറിച്ചും അതിൻ്റെ ചെറിയ ചില സവിശേഷതകളെക്കുറിച്ചും ഒന്ന് പറയാനാണ് വിചാരിക്കുന്നത്. ചെറിയ ചിലതല്ല, ചില സവിശേഷതകൾ ചെറുതായി പറയാനാണ് വിചാരിക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ അഷ്ടകലാശത്തെക്കുറിച്ച് ഒന്ന് ചെറുതായി പരാമർശിക്കാൻ വിചാരിക്കുന്നു. അഷ്ടകലാശങ്ങളുടെ വൈവിധ്യവും എടുക്കുന്ന കഥാപാത്രങ്ങളും കഥകളും പറഞ്ഞ കൂട്ടത്തിൽ കല്യാണ സൗന്ദര്യത്തിലെ ശൗര്യഗുണനീതി ജലത എന്ന ഭീമൻ്റെ ധർമ്മപുത്രരോടുള്ള പദത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അഷ്ടകലാശത്തിലെ എണ്ണങ്ങൾ എടുക്കുന്നുണ്ട്. അതിനെ കുറിച്ച് അന്ന് പരാമർശിക്കുകയുണ്ടായില്ല. അതിന് ഞാൻ പരാമർശിക്കാതിരിക്കാൻ കാരണം അങ്ങനെ അതിൻ്റെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉള്ളതുകൊണ്ടാണ് പരാമർശിക്കാതിരുന്നത്. പക്ഷേ അത് ഒന്ന് പറയുന്നത് തന്നെ ആയിരിക്കും നല്ലത് എന്ന് ചിലർ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് അത് ഒന്ന് പറയുകയാണ്. പറഞ്ഞത് മറ്റാരുമല്ല, കഥകളി ലോകത്തിലെ കഥകളി നടന്മാരിൽ, കഥകളി ആചാര്യന്മാരിൽ അദ്വിതീയനായ സദനം കൃഷ്ണൻകുട്ടിയേട്ടൻ എന്ന കഥകളി ആചാര്യനാണ് എന്നോട് പറഞ്ഞത്. ശൗര്യഗുണനീതി ജലത എന്ന പദത്തിൽ അഷ്ടകലാശത്തിൻ്റെ എണ്ണങ്ങൾ എടുക്കുന്നുണ്ട്, അത് പറയുക തന്നെ വേണം എന്ന് ഒന്ന് പറയുകയുണ്ടായി. രണ്ടഭിപ്രായമുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായങ്ങളുണ്ട് എന്ന് ഞാൻ പറയാൻ കാരണം ഈ ശൗര്യഗുണത്തിലെ ഈ പദാവസാനം എടുക്കുന്ന അഷ്ടകലാശങ്ങളിൽ സാധാരണ അഷ്ടകലാശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റെ കൂട്ടക്കലാശം, അവസാനത്തെ എണ്ണം, അതിന് കൂട്ടക്കലാശം എന്നും പറയാറുണ്ട്. ആ എണ്ണം മാത്രമാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ആദ്യത്തെ തത്തക്കിടത എന്നുള്ള ഇത് ആദ്യത്തെ 4 എണ്ണം എടുക്കാതെ അവസാനത്തെ എണ്ണം മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ അതിലൊരു മറ്റൊരു അഭിപ്രായമുണ്ട് എന്നുള്ളത്, ആ കൂട്ടക്കലാശത്തിൽ തന്നെ 8 തരത്തിലുള്ള എണ്ണങ്ങളുണ്ട്, അതുകൊണ്ട് അഷ്ടകലാശം എന്ന് അതിനെ പറയാം എന്നുള്ളതാണ്. ഇത് പത്മനാഭരസൻ എൻ്റെ അഭിപ്രായപ്രകാരം അങ്ങനെയാണ് ശരിക്കുള്ളത്. ഈ കൂട്ടകലാശത്തിനെ അഷ്ടകലാശമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയും ഈ അഷ്ടകലാശത്തിൽ ആ അവസാനത്തെ എണ്ണം കൂട്ടക്കലാശമെന്നും അഷ്ടകലാശമെന്നും പറയുന്ന ആ എണ്ണം ശൗര്യഗുണം നീതിജലതേ എന്ന ആ പദത്തിൻ്റെ അവസാനം ഭീമൻ എടുക്കുന്നുണ്ട് എന്ന് പറയുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ധർമ്മം. മാത്രമല്ല, മറ്റൊന്ന്, സൂത്രാഹരണത്തിലെ ബലഭദ്രൻ കൃഷ്ണനും ഈ അഷ്ടകലാശം എടുക്കാൻ തുടങ്ങിയത് സദനം കൃഷ്ണൻകുട്ടിയേട്ടൻ തന്നെ ആണ് എന്നോട് പറഞ്ഞത്. ഗോപിയാശാനും സദനം കൃഷ്ണൻകുട്ടിയേട്ടനും ചേർന്ന ഒരു കളി അരങ്ങിലാണ് ഇതാദ്യമായി എടുത്തത് എന്ന് കൃഷ്ണൻകുട്ടിയേട്ടൻ എന്നോട് പറയുകയുണ്ടായി. അവർ തമ്മിലുള്ള ആ കൂട്ടുവേഷം ഉണ്ടായ ഒരു സ്ഥലത്താണ്, ഒരു അരങ്ങിലാണ് ഇത് ആദ്യമായി എടുക്കാൻ സാധിച്ചത് എന്നും അദ്ദേഹം എന്നോട് ഒന്ന് ഓർമ്മിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ 2 പരാമർശങ്ങളും സദനം കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ ഒന്ന് ആദ്യത്തെ നിർദ്ദേശപ്രകാരവും മറ്റൊന്ന് കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ അഭിപ്രായപ്രകാരവും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അഷ്ടകലാശത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള മറ്റൊന്ന്, ഈയിടെ അന്തരിച്ച കലാമണ്ഡലം രാധാകൃഷ്ണമാരാർ കഥകളി ചെണ്ടയിൽ കേരള കലാമണ്ഡലത്തിൽ
70-ന് ശേഷം പഠിച്ച കഥകളി ചെണ്ട വിദ്യാർത്ഥിയായിരുന്നു. തുടർന്ന് 85 കാലഘട്ടത്തിൽ അദ്ദേഹം കലാമണ്ഡലത്തിൽ തെക്കൻചിട്ട വിഭാഗത്തിൽ അധ്യാപകനാവുകയും ചെയ്തു. ഈയിടെ തൃപ്പൂണിത്തുറയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ താമസത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് ശാരീരികമായ അസുഖങ്ങൾ ബാധിക്കുകയും അദ്ദേഹം ഈ അടുത്ത് നിര്യാതനാവുകയും ചെയ്തു. പഠിക്കുന്ന കാലത്ത് കഥകളി കളരിയിൽ അല്ലെങ്കിൽ ചൊല്ലിയാട്ട കളരിയിൽ കൃത്യമായി ചൊല്ലിയാട്ടത്തിൻ്റെ ചിട്ടകൾ അനുസരിച്ച് കൊട്ടുകയും ആ ചിട്ടകളെ വേണ്ടവണ്ണം അദ്ദേഹം അറിയുകയും ആ അറിയുന്നത് കൃത്യമായി മനസ്സിലുറപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചെണ്ട വിദ്യാർത്ഥിയായിരുന്നു പഠിക്കുന്ന കാലത്ത്. എൻ്റെ ഒരു വർഷം മുതിർന്ന വിദ്യാർത്ഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിത്ര പറയാൻ കാരണം, ഞാൻ ചൊല്ലിയാട്ടക്കളരിയിൽ പോയി കൊട്ടി വന്നാൽ അന്ന് ഓരോ ക്ലാസ് കഴിഞ്ഞ് വന്നാലും ഇത് എഴുതി വയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ എന്തെങ്കിലും സംശയം വന്നാൽ ഞാനപ്പോൾ രാധാകൃഷ്ണനോട് ചോദിക്കും. അപ്പോൾ കൃത്യമായ അതിൻ്റെ വിവരങ്ങൾ അപ്പോൾ പറഞ്ഞു തരും. അങ്ങനെ പറഞ്ഞു തരുന്നത് ഞാൻ അപ്പോൾ തന്നെ എഴുതി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ പറഞ്ഞു തരുന്നത്, ചൊല്ലിയാട്ടക്കളരിയിൽ പഠിക്കുന്ന കാലത്ത് വളരെ കൃത്യമായി കൊട്ടുകയും കൃത്യമായി ചൊല്ലിയാട്ട മേളത്തെക്കുറിച്ച് ബോധം ഉണ്ടായിരുന്ന ഒരു ചെണ്ട വിദ്യാർത്ഥിയായിരുന്നു അക്കാലത്ത്. പിന്നീട് അദ്ദേഹം കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പുറം പരിപാടികൾക്ക് അല്ലെങ്കിൽ മറ്റ് സ്വതന്ത്രമായ പരിപാടികൾക്ക് പങ്കെടുത്തു. പിന്നെ നല്ല ഒരു അരങ്ങുകൾ ധാരാളം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാലത്തിന് ശേഷം കലാമണ്ഡലത്തിൽ വരികയും ചെയ്തു. അരങ്ങിൽ എത്ര കണ്ട് അദ്ദേഹം അല്ലെങ്കിൽ പിന്നീട് ഉള്ള അരങ്ങുകളിൽ എത്ര കണ്ട് കൊട്ടിയിരുന്നു അല്ലെങ്കിൽ കൊട്ടാൻ അദ്ദേഹം പോയിരുന്നു എന്നുള്ളതൊക്കെ ആസ്വാദകർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയായാലും നല്ല ആശാൻ ചന്ദ്രവനടേശനും അച്യുനി പുതുവളശനും എൻ്റെ ഈ കീഴിൽ പഠിച്ച നല്ല ഒരു വിദ്യാർത്ഥിയായിരുന്നു രാധാകൃഷ്ണമാരാർ എന്നതിന് യാതൊരു സംശയവുമില്ല. വെന്നിമല സ്വദേശിയായ അദ്ദേഹം പിന്നീട് തൃപ്പൂണിത്തുറയിലാണ് താമസമുണ്ടായത്. കൊട്ടിൻ്റെ എല്ലാ വശങ്ങളും കൊട്ടുന്നതിലുള്ള വൃത്തി അതാണ് അത് കൂടുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൊട്ടിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പിന്നെ ചടങ്ങുകളെ കുറിച്ചുള്ള ബോധം, എങ്ങനെയാലും അങ്ങനെ ഒരു എൻ്റെ സുഹൃത്ത്, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ സഹപാഠി, സഹപ്രവർത്തകൻ, കലാരംഗത്ത് ഞങ്ങളൊപ്പം പ്രവർത്തിച്ച ഒട്ടനവധി കാലം പ്രവർത്തിച്ച കലാകാരൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വേർപാട് എല്ലാ നിലയ്ക്കും എനിക്ക് ദുഃഖമുണ്ടാക്കിയതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ എൻ്റെ ദുഃഖം അറിയിക്കുകയും ഇന്നത്തെ ഈ പ്രഭാഷണം അദ്ദേഹത്തെ ഓർക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നതിനും ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള പ്രഭാഷണം അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിനും ഞാൻ വിചാരിക്കുന്നു. നമസ്കാരം. ചൂതുകളി എന്നത് കഥകളിയിൽ അത്ര ധാരാളം ഉള്ള അല്ലെങ്കിൽ കലാശങ്ങൾ, വട്ടമച്ചലാശങ്ങൾ, ഇടക്കലാശങ്ങൾ, ഇരട്ടികൾ എന്ന പോലെ ധാരാളമുള്ളതല്ല, അപൂർവം ചില കഥകളിൽ മാത്രമുള്ളതാണ്. ആ ചൂതുകളി തന്നെ, ആ ചൂതുകളി എന്നത് എൻ്റെ പേര് പോലെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പോലെ തന്നെ അത് കളിക്കുന്നത് മത്സരിക്കുന്നതിനും മത്സരിച്ച് ജയിക്കുന്നതിനും കളിച്ച് മറ്റൊരാളെ തോൽപ്പിക്കുന്നതിനും കളിച്ച് സൗഹൃദവും സന്തോഷവും പങ്കിടുന്നതിനും ഒക്കെയുള്ളതാണ്. കഥകളിയിലും അങ്ങനെയുള്ള
കഥകളിൽ 2-3 സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ അന്തരീക്ഷത്തിൽ കളിക്കുന്നതാണ്. അതിൻ്റെ മേള സംവിധാനം എന്നത് പഞ്ചാരി നടയിലാണ് ചൂതുകളി ചെയ്യുന്നത്. ഞാൻ കഥകളി കൊട്ട് അറിയുന്നവർക്കോ കഥകളി വേഷം അറിയുന്നവർക്കോ അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുന്നവർക്കോ വേണ്ടി അല്ല ധാരാളമായി പറയുന്നത്, അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറയുന്നത് മാത്രമേ പഞ്ചാരിയിലാണ് എന്നൊക്കെ. അപ്പോൾ പഞ്ചാരി നടയുടെ പ്രത്യേകത തന്നെ ധാരാളം കൗതുകമുള്ളതാണ്. അതിൻ്റെ ആ എണ്ണങ്ങളും പ്രത്യേകതകളും. ഈ പഞ്ചാരി നടയിൽ ഈ ചൂതുകളിയുടെ കൊട്ട് എന്ന് പറയുന്നത് പഞ്ചാരി നടയിൽ അല്ലെങ്കിൽ പഞ്ചാരി താളത്തിൽ തന്നെ ഒട്ടനവധി സന്ദർഭങ്ങളിൽ വിവിധ മേള പ്രത്യേകതകളോടുകൂടി കൊട്ടുന്നതുണ്ട്. അതിൽ അതേപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള കൊട്ട് സംവിധാനമാണ് ചൂതുകളിയിൽ മാത്രം കൊട്ടുന്ന കൊട്ട്. അതിൻ്റെ കാലം ഇടൽ, അതിൻ്റെ എണ്ണങ്ങൾ, കൊട്ടി നിറയ്ക്കൽ എല്ലാം. പഞ്ചാരി നടയിൽ ധാരാളം സന്ദർഭങ്ങളുണ്ടെന്ന് പറയുന്നത് ഇനിയൊരു അവസരത്തിൽ ഇപ്പോൾ ഞാൻ മാത്രം പറയുകയും കൊട്ട് കാണിക്കുകയും ചെയ്യുന്ന ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ലോക്ക്ഡൗൺ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രകടനം എന്നത് ഒരു വേഷക്കാരനെ മുൻനിർത്തി ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. മറ്റൊരു അവസരത്തിൽ ചെയ്തിരിക്കും എങ്ങനെയായാലും. അപ്പോൾ അതുകൊണ്ട് പഞ്ചാരി നടയിൽ ധാരാളം ചെയ്യുന്നത് വട്ടമച്ചലാശങ്ങൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ തോങ്കാരം ഉണ്ട്, വട്ടമച്ചലാശങ്ങൾ ചെയ്യുന്നുണ്ട്. വട്ടമച്ചലാശങ്ങളെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ നമ്മൾ ചെയ്ത് കാണിക്കാം. പിന്നെ അതുപോലെ പന്തടി ചെയ്യുന്നുണ്ട്. കരിവേഷങ്ങൾക്ക് ചെയ്യുന്ന തിരുപ്പറക്കൽ ചെയ്യുന്നുണ്ട്. ഈ പന്തടി തന്നെ കാലകേയത്തിൽ അർജുനൻ ചെയ്യുന്നുണ്ട്. പന്തടി തന്നെ സിംഹിക, നക്രതുണ്ടി തുടങ്ങിയ കരിവേഷങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ കിരാതത്തിൽ കാട്ടാളനും കാട്ടാളത്തിയും മുന്നിൽ നിന്ന് അരങ്ങിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ചെയ്യുന്ന പഞ്ചാരിയുണ്ട്. വാള് മുറിച്ച് വിട്ടുന്നൊരു പഞ്ചാരിയുണ്ട്. ഇതിനൊക്കെ വേറെ വേറെ കൊട്ട് സംവിധാനമുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത്, പഞ്ചാരിയുടെ ആ പ്രത്യേകത ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് കഥകളിയിൽ. പക്ഷേ അത് വേണ്ട പോലെ അതങ്ങോട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ടോ വരുന്നുണ്ടോ എന്നത് അത്ര ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. അതേതായാലും ഞാനത് യാദൃശ്ചികമായി പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഈ പഞ്ചാരിയിൽ ഈ 3 കഥകളിലാണ്, പഞ്ചാരിയിലല്ല 3 കഥകളിലാണ് ചൂതുകളി യുടെ രംഗങ്ങളുള്ളത്. ഒന്ന് ഉത്തരാസമരത്തിൽ ഉണ്ട്, 2 ദുര്യോധനവധത്തിലുണ്ട്, 3 നളചരിതത്തിലുണ്ട്. ഉത്തരാസമരത്തിൽ വിരാടനും കങ്കനുമായി ചേർന്നുള്ള ചൂതുകളി, ദുര്യോധനവധത്തിൽ ശകുനിയും ധർമ്മപുത്രരുമായി ചേർന്നുള്ള ചൂതുകളി, നളചരിതത്തിൽ നളനും പുഷ്കരനുമായി ചേർന്നുള്ള ചൂതുകളി. ഈ 3 കഥകളിലും വ്യത്യസ്തമായ രംഗ സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ രംഗത്തെ അവതരണത്തിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതിൻ്റെ ക്രിയകളിലും അല്ലെങ്കിൽ മേളത്തിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിട്ടയിലും ധാരാളം വ്യത്യാസമുണ്ട്. ഉത്തരാസമരത്തിൽ അത് വളരെ അപൂർവമായേ നമുക്ക് രംഗത്തും കളരിയിലും പതിവുള്ളൂ. ശ്ലോകം കഴിഞ്ഞ് തിരശ്ശീല താഴ്ത്തിയാൽ കങ്കനും വിരാടനും നിലത്ത് ഇരിക്കുന്നതായിട്ട് കാണുന്നതാണ്. അവിടെ ചെറിയ കിടതിന്താംകുട്ടി ചൂത് കളിച്ച് ഒരു സൗഹൃദ കളി പോലെ, സാധാരണ കളി പോലെ, നേരമ്പോക്കിന് വേണ്ടി കളിക്കുന്നത് പോലെയാണ് ഉത്തരാസമരത്തിൽ വിരാടനും കങ്കനുമായി ചേർന്നുള്ള ചൂതുകളി. തൻ്റെ രാജാവിനെ അനുസരിക്കുക എന്നുള്ള ദൗത്യം മാത്രമാണ് കങ്കനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ളത്. ഇവർ അജ്ഞാതവാസ കാലത്ത് താമസിക്കുന്ന ആ സന്ദർഭത്തിലായതുകൊണ്ട്. എങ്ങനെയായാലും അപ്പോൾ ഇവിടെ ഈ വിരാടനും കങ്കനും ചേർന്നുള്ള അവിടെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഇരിക്കുന്ന സമയത്ത് കിടതിന്താം കൊട്ടുന്നു. കിടതിന്താവിന് ശേഷം
പദം ചൊല്ലുന്നു. രണ്ടുപേരുടെയും അപ്പോൾ ചൂത് കളിച്ചിടേണം ഇന്നഹോ നാം അതിനേതും മുഷിച്ചിലില്ല യോഗി വീര എന്ന് പറയുന്ന വിരാടൻ്റെ പദം ചൊല്ലുന്നു. മറുപടിയായി കങ്കൻ്റെ പദം ചൊല്ലുന്നു. ആ രണ്ടുപേരുടെയും പദം കഴിഞ്ഞാൽ ഒരു കലാശം കഴിഞ്ഞാൽ ചൂതുകളിക്ക് വട്ടം തട്ടുന്നു. അപ്പോൾ ഈ ചൂത് ഒരു പ്രാവശ്യം കളിക്കുന്നു, ഒരു പ്രാവശ്യമല്ല അവിടെ കളിക്കുന്നു. അത് കഴിഞ്ഞ് വീണ്ടും രണ്ടുപേരുടെയും പദം കഴിഞ്ഞാൽ കലാശത്തിന് ശേഷം കളി. അങ്ങനെ 2 കളി മാത്രമാണ് ഈ ഉത്തരാസമരത്തിലുള്ളത്, 2 തവണയായി. അത് കഴിഞ്ഞാൽ പിന്നെ ശ്ലോകത്തിന് ശേഷം ദൂതൻ വരുന്നു. ബൃഹന്നളയും ഉത്തരനും ഈ യുദ്ധത്തിൽ ജയിച്ച വൃത വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള ദൂതൻ്റെ പദം. അതിനുശേഷം വിരാടനും കങ്കനും തമ്മിലുള്ള പദം തൻ്റെ മകനാണ് ജയിച്ചത് അല്ല എന്നുള്ള കങ്കൻ്റെ ഒരു മറുപടിയും കേട്ട് വിരാടൻ വളരെ ദേഷ്യപ്പെടുന്നു. അവിടെ അക്ഷം കൊണ്ട് എറിഞ്ഞു എന്ന ഈ ചൂതുകളിയുടെ ചൂത് കുരുവെടുത്ത് കങ്കൻ്റെ നെറ്റിയിലേക്ക് എറിയും. അവിടെ ചോര പൊടിയിലും സൈരന്ധ്രി, അതൊക്കെയാണ് ആ രംഗത്തിൽ ചെയ്യാനുള്ളത്. എങ്ങനെയാലും ചൂതുകളിക്ക് കൊട്ടാനുള്ളത് 2 പ്രാവശ്യമാണ് ഈ ഉത്തരാസമരത്തിലുള്ളത്. കൊട്ടിൻ്റെ എണ്ണങ്ങൾ പിന്നീട് പറയാം. അപ്പോൾ പിന്നീട് ദുര്യോധനവധത്തിലാണുള്ളത്. അപ്പോൾ ഇവിടെ ശ്ലോകം കഴിഞ്ഞാൽ കിടതീന്താം കൊട്ടി പദം ചൊല്ലുന്നു. പദത്തിന് ശേഷം കളി തുടങ്ങുന്നു. ദുര്യോധനവധത്തിൽ ഒന്ന് പറഞ്ഞ ശേഷം മറ്റത് പറയുകയായിരിക്കും നല്ലത്. ദുര്യോധനവധത്തിൽ 4-ാം ഇരട്ടി കൊട്ടി, 2 പേരും 4-ാം ഇരട്ടി എടുത്ത്, അതായത് ധർമ്മപുത്രനും അത് ചടങ്ങ് മാത്രമായി ഒരു 4-ാം ഇരട്ടി, 4-ാം ഇരട്ടിക്ക് വല്ലാതെ ഒരു ശക്തി വേണമെന്നില്ല. 4-ാം ഇരട്ടി 2 പേരും എടുത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ശ്ലോകം കഴിഞ്ഞാൽ കളി തുടങ്ങും. 4-ാം ഇരട്ടി എടുത്ത് അവിടെ ഇരുന്ന് ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ കളി തുടങ്ങും. അപ്പോൾ അവിടെ ഒരു തരത്തിൽ ആ കാലം വിടുന്നത് പോലെയോ അല്ലെങ്കിൽ ആ പഞ്ചാരിയുടെ ഏറ്റവും കാലം താഴ്ത്തിയിട്ടുള്ള ഒരു മേള സംവിധാനമാണ് ഈ ചൂതുകളിക്ക് മാത്രം കൂട്ടുന്നത്. മറ്റത് ഇപ്പോൾ പഞ്ചാരി വട്ടമച്ചലാശങ്ങളാണെങ്കിലും ഇങ്ങനെ പന്തടിയാണെങ്കിലും കാലത്തെ അത്തരത്തിൽ കാലം മുറുകിയിട്ടാണ്. ഇവിടെ പിന്നെ ചില ആട്ടങ്ങൾ എന്തെങ്കിലും കാണിക്കും. ആദ്യം അങ്ങ് കളിച്ചാലെന്ന് കാണിക്കും, അല്ല അങ്ങ് തന്നെ കളിച്ചാലെന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കളിക്കാൻ തുടങ്ങി. ചൂത് പടമെടുത്ത് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ചൂത് കുരുവെടുത്ത് ഇങ്ങനെ ഒഴിയലുണ്ട്. അപ്പോൾ അതിന്
കിടത് കതിരി 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 കിടത് കണ അറിയണം കിടത് കതിരി കിടത് കണ അറിയണം കിടത് കതിരി കിടത് കണ കിടത് കതിരി കണ കിടത് കതിരി കണ കിടത് കതിരി കണ ഡെഡ് ഉറ ഡം ദരി കിടത് കതിരക ഡം ദരി കിടത് കതിരക ഡം ദരി കിടത് കതിരക ഡം ദരി കിടത് കതിരക ഡണ്ണ ഗഡണ്ണ 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 ഗഡഡ് ഡഡ് ഡഡ് ഡം ദരി കിടത് കതിരക ഡൂറ ഡം. അപ്പോൾ ഡൂറ ഡം എന്ന് കൊട്ടാതെ ചൂത് കുരു ഉരുണ്ട് പോകുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊട്ടാവുന്നതാണ്. എങ്ങനെയും ഡം തിരിക്കെടുത്ത് കതിരക ഡം തിരിക്കെടുത്ത് കതിരക ഡം തിരിക്കെടുത്ത് കതിരക ഡം തിരിക്കെടുത്ത് കതിരക ഡണ്ണ ഗഡണ്ണ 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 ഗഡഡ് ഡഡ് ഡഡ് ഡം തിരിക്കെടുത്ത് കതിരക ഡൂറ ഡ തിരിക്കെടുത്ത് കതിരിക്കെടുത്ത് കതിരിക്കെടുത്ത് ഇങ്ങനെ കൂട്ടുന്നു. അപ്പോൾ ഇത് നാലാം ഇരട്ടിക്ക് ശേഷം ശ്ലോകം, ശ്ലോകത്തിന് ശേഷം കളി. ഇങ്ങനെ ഇവിടെ രംഗത്ത് പാണ്ഡവന്മാർ എല്ലാവരും ഉണ്ട്. ധർമ്മപുത്രൻ ശകുനി താഴെയുണ്ട്. നമ്മൾ ആ അരങ്ങിൽ ദുര്യോധനം കണ്ടിട്ടുള്ളവർക്ക് അറിയണ്ടാവും. ആ അരങ്ങിൻ്റെ ആ പ്രൗഢിയും ആ നിറവും. ദുര്യോധനൻ നടുവിലിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു നിറഞ്ഞ അരങ്ങിൽ ആ ചൂതുകളി നടക്കുന്നതിലത്തെ ആ ഭംഗി തന്നെ വല്ലാത്തതാണ്. ഇവിടെ ആദ്യത്തെ ഭാഗങ്ങളിൽ ദുര്യോധനൻ്റെ ചില ഇടപെടലും ഉണ്ട്. ശകുനിയുമായി ചില സ്വകാര്യ സംഭാഷണങ്ങളുണ്ട്, പ്രേരിപ്പിക്കലുണ്ട്. അത്തരത്തിൽ എല്ലാ കളിയുടെ എല്ലാ സൂത്രവശങ്ങളും അല്ലെങ്കിൽ സൂത്രപ്രയോഗങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് ദണ്ഡധരാത്മജ കേട്ടാലുന്നി ഭണ്ഡാകാരം എനിക്കായല്ലോ എന്നുള്ള ദുര്യോധനൻ്റെ പദം മറുപടിയായി ധർമ്മപുത്രരുടെ പദം. അപ്പോൾ ഈ ആദ്യത്തെ കളി 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ഒരാൾ കളിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ മറ്റേയാളും കളിക്കാം. രണ്ടും ഒരേപോലെ ശക്തിയിലും അല്ലെങ്കിൽ തുല്യമായ അളവിൽ ആണ് ആദ്യത്തെ കളി വേണ്ടത്. പിന്നെ കളിയുടെ തോൽവിയും ജയവും അനുസരിച്ച് ജയിക്കുന്ന ആൾക്ക് കൂടുതൽ ശക്തിയോടെയുള്ള മേളവും തോൽവിയിൽ കളിക്കുന്ന ആൾക്ക് മേളത്തെ ശബ്ദം അല്പം കുറച്ചും കൊട്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ ഭാവത്തെ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ഇങ്ങനെ 7 തവണ ദുര്യോധനോധത്തിൽ മാറി മാറി കളിയുണ്ട്. ഓരോ കളി കഴിഞ്ഞാലും പദം, മറുപടി പദം, വീണ്ടും കളി, വീണ്ടും പദം, മറുപടി പദം, കളി, ഇങ്ങനെ 7 തവണ ഉണ്ട്. അപ്പോൾ ആ 7ാമത്തെ തവണയുള്ള കളിയിലാണ് ഞാനും പത്നിയും അങ്ങനെ തന്നെ എന്ന ധർമ്മപുത്രരുടെ പദം. ഇത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പിന്നെ ശകുനിക്ക് കുരു ഏറ്റെടുത്ത് ഒരു അവസാനത്തെ കളി എന്നുള്ള നിലയ്ക്ക് കളിക്കാം. അതല്ലെങ്കിൽ ഈ കലാശത്തോടു കൂടി ധർമ്മപുത്രരുടെ പദത്തിൻ്റെ അവസാനത്തോടു കൂടി കുരു എടുക്കുകയും എങ്ങനെയും ധർമ്മപുത്രരുടെ കളിയുടെ അവസാനത്തെ കളി ചെറിയ 4ആം ഇരട്ടി ഡൂറ എന്ന് കലാശിക്കണം. ഈ കലാശിക്കുന്നത് എന്ന് അമർത്തി കൊട്ടുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം ദുര്യോധനൻ്റെ തുടർന്ന് ദാശരഥിയാകിയ പാണ്ഡവരുടെ ധാരങ്ങളെ വരുത്തുക എന്ന് പറഞ്ഞ ആ ദുര്യോധനൻ്റെ ദാശരഥാകിയ പാണ്ഡവരുടെ പദമാണുള്ളത്. അപ്പോൾ ആ പദത്തിൻ്റെ ശൗര്യം അല്ലെങ്കിൽ ദുര്യോധനൻ്റെ ക്ഷമിക്കാവുന്നതിൻ്റെ അയാൾക്കിങ്ങനെ ഇരിപ്പുറയ്ക്കാതെ ആയിരിക്കണം. ഇപ്പോൾ അവസാനത്തെ കളി ജയിച്ചു കഴിഞ്ഞാൽ പറയേണ്ടതിനെക്കുറിച്ച്. അപ്പോൾ അതിന് വേണ്ടി അമർത്തി കൊട്ടുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചൊല്ലി വട്ടം തട്ടുന്നു, വട്ടം കലാശം എടുക്കുന്നു. അതിൻ്റെ കലാശത്തിന് ശേഷം അവർ കാട്ടിലേക്ക് പറഞ്ഞേക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ തുടർച്ചയായി ദീർഘനേരമുള്ള കളിയാണ് ഉള്ളത്.
നളചരിതത്തിൽ നാലാമിരട്ടി കഴിഞ്ഞ് പുഷ്കരൻ്റെ ചൂതിന് വിളിക്കൽ കഴിഞ്ഞ് നളൻ വന്ന് നളനും പുഷ്കരനും തമ്മിലുള്ള പദത്തിന് ശേഷം രണ്ടുപേരും നാലാമിരട്ടി എടുത്ത് അവിടെ ഇരിക്കുന്നു, നിലത്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ശ്ലോകം ചൊല്ലുന്നു. ശ്ലോകം ചൊല്ലിയാൽ പിന്നെ പദമാണ്. നേരത്തെ ദുര്യോധനത്തിൽ ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ കളിയായിരുന്നുവെങ്കിൽ നളചരിതത്തിൽ ശ്ലോകത്തിന് ശേഷം പദമാണ് ചൊല്ലുന്നത്. ദേവനം വിനോദനായ ദേവനിർമ്മിതവും എന്ന നളൻ്റെ പദമാണ് ചൊല്ലുന്നത്. ഈ പദവും ഇതിനു മുമ്പ് ഉണ്ടായ രണ്ട് കഥയിലത്തെ പദവും തമ്മിൽ താളത്തിന് ധാരാളം വ്യത്യാസമുണ്ട്. ദുര്യോധനത്തിലും ഉത്തരാസമരത്തിലും ചെമ്പടയിൽ തന്നെ പദം ചൊല്ലി കലാശിച്ച് പഞ്ചാരിയിൽ ചൂത് കളിക്കുന്നു. ഇവിടെ പഞ്ചാരിയിൽ തന്നെ പദം ചൊല്ലുകയും പഞ്ചാരിയിൽ തന്നെ ചൂത് കളിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വ്യത്യാസമുള്ളത് നാലാമിരട്ടി, ശ്ലോകം, പദം, പഞ്ചാരിയിൽ, പിന്നെ പദത്തിന് ശേഷം നളൻ്റെ പദത്തിന് ശേഷം കളി. ഇതിൽ 3 തവണയാണ് നളചരിതത്തിലുള്ള ഈ കളികൾ. 3 ഘട്ടങ്ങളിൽ, 3 തവണയെന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിൽ ഉള്ള കളി. ആദ്യത്തെ പദം കഴിഞ്ഞാൽ കളി തുടങ്ങുന്നു. ആ കളിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് പിന്നെ പരസ്പരം നീ കളിക്കാം എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയും നളൻ ഈ കളിക്കാനുള്ള ഇത് കുരു എടുത്തു കഴിഞ്ഞാൽ എടുക്കാൻ പുറപ്പെടുമ്പോൾ കയ്യിന് ബലക്കുറവ് അല്ലെങ്കിൽ പിന്നെ പ്രത്യേകതകൾ, കോച്ചൽ അങ്ങനെ വരും, പുരികം മിടിക്കും, കൊടുങ്കാറ്റ് വരുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ കഴുകൻ, അത്തരത്തിലുള്ള അഭിനയിക്കാനുള്ള വകകൾ അദ്ദേഹം ചെയ്ത് കളി തുടങ്ങുന്നു. 3 പ്രാവശ്യം സാധാരണഗതിയിൽ നളൻ കളിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പുഷ്കരനോട് കളിച്ചോളാൻ പറയും. പുഷ്കരനും അതുപോലെ തന്നെ കളിക്കാവുന്നതുമാണ്. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുല്യമായ മേള ശബ്ദത്തിൽ അത് കൊട്ടുകയും പിന്നീട് വീണ്ടും നളൻ്റെയും പുഷ്കരൻ്റെയും പദം വീണ്ടും അവർ തമ്മിൽ കളിക്കുന്നു. അവിടെയും ഇതുപോലെ തോൽക്കുന്ന ആൾ നമുക്ക് ഏകദേശം കഥകളി ആയതുകൊണ്ട് നേരത്തെ കൂട്ടി തന്നെ അറിയാലോ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആ ശബ്ദം താഴ്ത്തിയിട്ടും ശബ്ദം കൂട്ടിയിട്ടും കൊട്ടാവുന്നതാണ്. 3ാമത്തെ കളി ഇതേപോലെ നാലാമിരട്ടി നളൻ ചൂത് എടുത്ത് അവിടെയും ഇതുപോലത്തെ പുഷ്കരൻ ഒരു കളി കഴിഞ്ഞ് നളൻ്റെ അടുത്ത് കൊടുക്കുന്നതായിരിക്കും ഉചിതം. പിന്നെ 3ാമത്തെ ഘട്ടത്തിലുള്ള കളി പുഷ്കരൻ ആദ്യം കളിച്ച്, ആദ്യം ഇതിൽ നളനാണ് ആദ്യം കളിച്ചിരുന്നത്. ഈ അവസാനത്തെ കളിക്ക് തൊട്ട് മുമ്പായി പുഷ്കരൻ കളിച്ച് ആ കുരു എടുത്ത് നളനെ ഏൽപ്പിച്ച് നളൻ ആ കുരു എടുക്കാൻ എങ്ങോട്ട് തുടങ്ങുന്നതോട് അങ്ങോട്ട് അപ്പോൾ വളരെ ലഘുവായിട്ടുള്ള ഒരു നാലാമിരട്ടി കൊട്ടി താഴ്ത്തിയിടുന്നതോടുകൂടി കലാശിക്കുകയും ചെയ്യുക. കലാശിക്കുന്നത് മെല്ലെ കലാശിക്കുന്നതാണ് നല്ലത്. എന്നാൽ പിന്നീട് അവിടെ ശ്ലോകം ആണ് ചൊല്ലുന്നത്. ഊണിന്നാസ് കുറഞ്ഞു ഇതിൽ നിശ്ചയിങ്കൽ പോലുമില്ലാതെയായി എന്ന് പറഞ്ഞ ആ ശ്ലോകം ആണ് ചൊല്ലുന്നത്. അപ്പോൾ നളൻ്റെ ആ അവസ്ഥയെ, മാനസികാവസ്ഥയെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഭാവപ്രകടനമാണ് അവിടെ വേണ്ടത്. അതിനനുസരിച്ചുള്ള ഒരു മേളത്തിൻ്റെ ശബ്ദം താഴ്ത്തിയും അവിടെ കൊട്ടേണ്ടതാണ്. ഇതാണ് പൊതുവിൽ ഈ ചൂതുകളിയുടെ സംവിധാനങ്ങളും ചൂതുകളിയുടെ 3 കഥകളിലുള്ള പ്രത്യേകതകളും 3 അവതരണത്തെക്കുറിച്ചും പറയാനുള്ളത്. ഇങ്ങനെയെല്ലാം ആണെങ്കിലും പലപ്പോഴും അത് ഞാൻ ഒന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം വിചാരിച്ചാൽ മതി.
പലപ്പോഴും ഈ ചൂതുകളി വളരെ എന്താ അതിൻ്റെ എല്ലാ നമുക്ക് ചിട്ടവട്ടങ്ങളോടും കൂടി ചെയ്യാൻ പലപ്പോഴും സാധിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിൻ്റെ ധൃതി, വേഗത, ആ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള അവതരണം പലപ്പോഴും സാധിക്കാറില്ല. ഒന്നുകിൽ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കഥാപാത്രം 2 എണ്ണം കളിക്കുക, മറ്റൊരു കഥാപാത്രം 1 എണ്ണം കളിക്കുക, അല്ലെങ്കിൽ മറ്റൊരു കഥാപാത്രം 4 എണ്ണം കളിക്കുക, ഈ കഥാപാത്രം 2 എണ്ണം കളിക്കുക. ഇങ്ങനെ അത്തരത്തിലുള്ള പ്രത്യേകതകൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. പിന്നെ ഒരു കളി കളിച്ച് ആ കളിക്ക് തന്നെ വേണ്ട പോലെ നമുക്ക് കാലവും മേളവും നിലനിർത്തി കൊട്ടാൻ പലപ്പോഴും സാധിക്കാറില്ല. എങ്ങനെയാലും ഇതൊക്കെ ഞാൻ അപ്പോൾ ഇങ്ങനെയല്ലാത്ത ധാരാളം പ്രശ്നങ്ങൾ അതിൽ നിലവിൽ ഉണ്ട്. എന്നിരുന്നാലും ആ മേളത്തിൻ്റെ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞത് ചൂതുകളിയുടെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. അതിനെ കൊട്ടുന്നതിനും അതിൻ്റെ ആ കളിക്കും ധാരാളം സവിശേഷതകളുള്ളതാണ്. ഇങ്ങനെ 3 കഥകളിൽ വളരെ കൗതുകകരമായ രീതിയിൽ അവതരിപ്പിക്കാവുന്നതും വളരെ ഗൗരവപരമായി അവതരിപ്പിക്കാവുന്നതുമാണ് മേളം. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ചൂതുകളിയുടെ മേളവും അതിൻ്റെ അവതരണവും ചിട്ടയറിഞ്ഞ് കൊട്ടാവുന്ന അല്ലെങ്കിൽ കൊട്ടേണ്ടതാണ്. ദുര്യോധനോദയത്തിലത്തെ അവസാനത്തെ ഈ ചൂതുകളിയുടെ ഇത് എത്തുമ്പോഴേക്ക് 2 ചെണ്ടയുമായി രംഗപ്രവേശം ചെയ്തിരിക്കും. അത് തുടർന്ന് ധാരാളം ദുശാസനൻ്റെ ഈ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ എത്തിയതുകൊണ്ട്, അപ്പോൾ ഇങ്ങനെ ധാരാളം സവിശേഷതകൾ ഈ ചൂതുകളിക്കുണ്ട്. ചൂതുകളിയുടെ ഒരു ചെറിയ ഒരു അവതരണം മാത്രമാണ് എനിക്കത് ചെയ്ത് കാണിക്കാൻ. അത് ഇരുന്നതായതുകൊണ്ട് അത്ര ഇരുന്ന് കാണിച്ചില്ലെങ്കിലും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയും ചൂതുകളിയുടെ ചെറിയ ഒരു ക്ലാസ്സാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. മറ്റൊന്നും പറയാനില്ല. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.